गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 10, 2024. നമ്മുടെ ആത്മീയ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ ഇന്ന് നമ്മെ പ്രേമപൂർവം നയിക്കുന്നു. പ്രേമസ്വരൂപരെ, ഗംഗയിൽ നിന്നും പുണ്യജലം കൊണ്ടുവരാൻ പോകുന്നവർക്ക് തങ്ങളുടെ പാത്രത്തിൽ കൊള്ളുന്നത്ര ജലം മാത്രമേ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ നിങ്ങളുടെ ആത്മീയ പാത്രം, അതായത് ഹൃദയം, വിശാലമാക്കേണ്ടത് അത്യാവശ്യമാണ്. വിവിധ രൂപങ്ങളെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. അവ കേവലം സത്കർമ്മങ്ങൾ മാത്രമാണ്. അവയ്ക്ക് അവയുടേതായ ഫലമുണ്ടാകുമെങ്കിലും ആത്മീയമായ പുരോഗതിയെ സഹായിക്കുകയില്ല. അവിടുന്നുമായുള്ള ഐക്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഈശ്വരന് ജനനമോ മരണമോ ഇല്ല. അവിടുന്ന് സകല ജീവജാലങ്ങളിലും ഒരു സാക്ഷിയായി കുടികൊള്ളുന്നു. ഹൃദയത്തിന്റെ പരിവർത്തനമാണ് ആവശ്യം. എല്ലാ ദുശ്ചിന്തകളും ദുർവികാരങ്ങളും ഹൃദയത്തിൽ നിന്നും പുറന്തള്ളണം. ഭജനകൾ പാടുമ്പോൾ പോലും അതിൽ പൂർണ്ണ ഹൃദയത്തോടെ ഏർപ്പെടണം. അത് യാന്ത്രികമായ ചടങ്ങായി മാറാൻ പാടില്ല. പവിത്രമായ ചിന്തകളാലും ഭാവങ്ങളാലും ഹൃദയം നിറയുമ്പോൾ അത് നിങ്ങളുടെ ഭജനാലാപനത്തിലും പ്രതിഫലിക്കും. അത്തരത്തിലുള്ള ആലാപനത്തിലൂടെ ഭജനയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം നിങ്ങൾ ആനന്ദം പകരണം. മനസ്സിന്റെ പരിവർത്തനമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ദിവ്യനാക്കുന്നത്. 1997 ഓഗസ്റ്റ് 25 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.